ഞാനൊരു 2 മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് അതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളില്ല, പൈസ ഇറക്കി തരാൻ ആളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു സന്തോഷ വാർത്തയാണിത്. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഒരു ഉറപ്പില്ല. എന്നാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരാൾ നമ്മളോട് മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ പൈസ ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ സഹായിക്കാനുള്ള മനസ്സൊരാൾക്കുണ്ട്. ഒന്നല്ല 2-3 പേർക്കുള്ള അവസരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ പേയ്മെൻറ്റ് ഇറക്കിയിട്ട് അവർ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറക്കി തരും. നിങ്ങളത് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ലാഭം കാര്യങ്ങളും അതിനൊരു വാട്സപ്പിൽ സംസാരിച്ചിട്ട് നിങ്ങളൊരു ധാരണയിലെത്തിയിട്ട് ഒരു അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ അവർ ചെയ്തു തരും. അതിനുള്ള കോണ്ടാക്റ്റ് നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഞാനിതിലാരുമല്ല. നിങ്ങൾക്ക് ആ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് അവർ പേയ്മെൻറ്റ് ഇറക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച പാട് അങ്ങോട്ട് തരാമെന്നല്ല, നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. അതിനനുസരിച്ച് അവർ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇറക്കി തരും. നിങ്ങൾ സെയിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ അത് മേൽനോട്ടം വഹിച്ചാൽ മതി. നിങ്ങൾക്കും ഒരു ജീവിതമാർഗ്ഗമാവും, അവർക്കും അതൊരു മാസത്തിൽ ഇൻകം കിട്ടുന്ന രീതിയിലാവും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി. ഈ നമ്പറാണത്. റിസലൈനെ കുറിച്ച് ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇയാൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട്, അത് ആർക്കെങ്കിലും ഒരു ഉപകാരമാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനേക്കാളും നല്ലത് ചിലരെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ നിൽക്കണ്ട, നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക, അവരും ചെയ്യുക. ഇതുവരെ തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് എൻ്റെ ഒരു അഡ്വൈസ് മാത്രമാണ്. ഫസ്റ്റ് തന്നെ ചെന്നിട്ട് അങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ട് ഷോപ്പ് ഇട്ടണേലും നല്ലത് കുറച്ചൊരു എക്സ്പീരിയൻസ് നമ്മൾ വീട്ടിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിന് ശേഷം ഷോപ്പ് ഇടുന്നതാവും. ഇനി പുറത്തുനിന്ന് ഷോപ്പ് എടുക്കണതിനേക്കാളും നല്ലതാവുക ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാവും. ഞാനിതുവരെ ഷോപ്പ് ഇട്ടിട്ടില്ല, അതെന്ന് വെച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയരുത്, വിചാരിക്കുകയും ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മലയാളികളെ കുഴപ്പമാണല്ലോ, അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ സമാധാനമാവും എന്ന് പറഞ്ഞ പോലെ ഞാനിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇടണ്ടെന്നല്ല. ഷോപ്പാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു റേറ്റ് ഇടാൻ പറ്റില്ല. പിന്നെ ആ സമയത്തിന് അടക്കാനും തുറക്കാനും നിൽക്കണം, പിന്നെ റെൻറ്റ് കൊടുക്കണം, കറണ്ട് ബില്ലടക്കണം. ഇതൊന്നും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ട. കാരണം ഞാനൊക്കെ 24 മണിക്കൂറും എപ്പോഴാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ നോക്കും എന്ന് വെച്ചാൽ. അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ തെറി പറയാൻ വരും കേട്ടോ, നിങ്ങൾക്ക് എന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടതാ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ വാട്സപ്പ് കുറച്ച് മുന്നേ ഒന്ന് പണി മുടക്കിയിരുന്നു. ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ഞാൻ ഫോൺ ക്ലിയർ ചെയ്യലില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് മെസ്സേജ് അയച്ചവരുടെ മെസ്സേജൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചാറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത ചില മെസ്സേജ് അതിലുണ്ട്. ചിലർ വിളിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ പുറത്തോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാകുമ്പോൾ പല സ്ഥലത്തേക്ക് പോകാനും വരാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാരണം 2 ഫോണും കൊണ്ട് നടക്കണ്ടേന്ന് വെച്ചിട്ട് ഒരു ഫോണിലാണ് ബിസിനസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉള്ളവരും ഉണ്ടാവും, ഇവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ഡീൽ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്ക് പിന്നെ ഒരു മറുപടി കൊടുക്കാതെ പോലെ വിചാരം ഹാവ് ജാട പിന്നെന്തിനാ നമ്പർ കൊടുക്കാൻ നിൽക്കുന്ന ദിവസം നമ്മൾ കുറേ താങ്കളെ കൊണ്ട് അങ്ങനെ ശരിയായി ഇങ്ങനെ ശരിയായി എന്ന് പറഞ്ഞോലും ഉണ്ട്, നിങ്ങളൊരു ജാട എന്ന് പറഞ്ഞോലും ഉണ്ട്. രണ്ടായാലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു മൈൻഡിലെടുക്കലുള്ളൂ. അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുറേ മെസ്സേജുകൾ അങ്ങനെ പോയപ്പോൾ പിന്നെ നമുക്കത് ക്ലിയർ ചാറ്റ് ആയത് എന്താണ് പറഞ്ഞത്, എല്ലാവരോടും നിങ്ങളെന്താ പറഞ്ഞതിനെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വെച്ചിരുന്നു, എൻ്റെ ഫോൺ ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്, മെസ്സേജ് അയച്ചവരൊക്കെ ഒന്നും കൂടി മെസ്സേജ് അയക്കുന്നത്. അത് കാണാത്തോലാണ് ഈ വിളിച്ചിട്ട് ചൂടാവേണ്ടത്. ചൂടായാൽ നമ്മളത് കേൾക്കുക എന്നല്ലാതെ ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാനുള്ള നിർവൃത്തിയില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക്
ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും സ്വന്തമായിട്ടായാലും നമ്മൾ ആരെയും ബോധിപ്പിക്കാനും കാര്യങ്ങളും നിൽക്കണ്ട. ഇനി ഒരു നിലക്കും പേയ്മെൻറ്റ് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റണില്ല എന്നുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവരെ കോണ്ടാക്ട് ചെയ്യുക, ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ ഇവർ എന്നോട് പറഞ്ഞ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലും എന്നോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാളും നല്ലത് നിങ്ങളുടെ കാര്യമാണ്. നമ്മളെ സ്വന്തം കാര്യത്തിൽ നമ്മളെപ്പോലെ ശ്രദ്ധ വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങളെ എല്ലാ കാര്യവും എനിക്കും അറിയില്ല, മൂപ്പരെ എല്ലാ കാര്യവും എനിക്കും അറിയില്ല. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, വിശദമായിട്ട് തന്നെ കേൾക്കുക, അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്നിട്ട് അത് അറിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ ഇവരോട് ഇനിയിപ്പോൾ ഇവർ പറയുന്നത് പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇത്ര ശതമാനം കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് അതിലുണ്ടാവുക, ഇനി ഇത് ഇവിടുന്ന് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര ലാഭമാണ് കിട്ടുക, ഞങ്ങൾ ഇരിക്കുന്നുണ്ടും വെറുതെ ആവുമോ അതല്ലെങ്കിൽ കാര്യത്തിലാവുമോ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ലാതെ നമുക്കിതിൽ ഒരു റോളുമില്ല. ഞാനും നിങ്ങളായിട്ട് ഇതിൽ ബന്ധം വരുന്നില്ല, നിങ്ങളും അദ്ദേഹവുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഏതൊരു കാര്യത്തിനും നമുക്ക് വേണ്ടത് ഒരു തുടക്കം കിട്ടുക എന്നുള്ളത്. തുടക്കം കിട്ടാത്തതിൻ്റെ പേരിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്, തുടങ്ങാൻ ഭയന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരായിട്ടൊരു ടൈപ്പായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അവർ ഇറക്കി തരും. അതിനുള്ള ലാഭം കാര്യങ്ങളും കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മൂപ്പരുടെ പേയ്മെൻറ്റ് കൊടുത്ത് മൂപ്പരെ പിരിച്ചു വിടാം ഒന്നിക്കിൽ. അതല്ലെങ്കിൽ മൂപ്പര ഇത് എന്നും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതല്ല മൂപ്പരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും സംസാരിക്കാം, നിങ്ങൾ പേയ്മെൻറ്റ് ലോണാക്കിയിട്ട് തന്നിട്ട് ഞങ്ങൾ തിരിച്ചടച്ച് അങ്ങനെ മതിയോ, അതെല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക. എന്തായാലും അങ്ങനെ ഒരു മനസ്സ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടൂല. അപ്പോൾ ആ ആൾക്ക് അങ്ങനെ പറയാനുള്ളൊരു മൈൻഡ് ഉണ്ടായതിന് ആ ആൾക്ക് നല്ലത് വരട്ടെ, മൂപ്പരുടെ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ നല്ല വിജയവും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. കാരണം കടം കൊടുക്കാൻ വരെ പേടിയുള്ളവരുടെ കാലത്താണ് ഇങ്ങനെ ഒരാൾ ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ചെയ്യാം, പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളെന്നും തിന്നുക, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചാൽ ചിലപ്പോൾ മനുഷ്യന്മാർ സമൂഹജീവിയാവുക എന്ന് പറയേണ്ടത് അങ്ങനെയാണല്ലോ. നമ്മൾ മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കിയിട്ടുള്ള നമ്മളെ ബുദ്ധി കാര്യങ്ങളാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നവരിൽ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടട്ടെ. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നമ്മൾ സഹായിച്ചവർ നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ നമ്മളെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ വിടുമ്പോൾ പടച്ചോൻ ആ സ്ഥാനത്ത് വേറൊരാളെ ഇറക്കിത്തരും. അതിൻ്റെ വിശ്വാസമാണ്, എൻ്റെ അനുഭവമാണ്. എനിക്ക് എല്ലാവരും സഹായിച്ച് നടക്കുന്നൊന്നുമില്ല, അതിനുള്ളതൊന്നും നമുക്കില്ല, പറ്റുന്നത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനും ബുദ്ധിമുട്ടാറ്.